കുറെ പേരൻസും കുട്ടികളും നമുക്ക് അയച്ച ചില മെസ്സേജുകളാണ് ഈ ഒരു വീഡിയോക്ക് അടിസ്ഥാനം. അവർ ചോദിച്ച ചോദ്യം ഇതായിരുന്നേ, സാർ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവാ. പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഞ്ചായത്ത്, അതിൽ കുറെ വാർഡുകളൊക്കെ ഉണ്ടാവും. ഈ ഓരോ വാർഡിലും ഇലക്ഷൻ നടക്കും. എന്നിട്ട് പഞ്ചായത്ത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഇലക്ഷനാണ് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ. സോ ഈ പഞ്ചായത്ത് ഇലക്ഷൻ മിക്കവാറും നവംബർ അവസാനോ അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റോ നടക്കും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ക്രിസ്മസ് എക്സാമിനെ ബാധിക്കുകയോ, ടീച്ചേഴ്സിനൊക്കെ ഡ്യൂട്ടി ഉണ്ടാവില്ലേ, സ്കൂളിൽ അവിടെ അങ്ങനെ നടക്കൂലേ ഇങ്ങനെ നടക്കൂലേ, അതുകൊണ്ട് ക്രിസ്മസ് എക്സാം കുറച്ച് നേരത്തെ ആവാൻ ചാൻസ് ഉണ്ടോന്ന്. സോ ഇതിനെനിക്ക് ആദ്യമേ പറയാനുള്ളത്, അത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ക്രിസ്മസ് എക്സാം എന്തായാലും ഡിസംബർ 11 എന്നാണ് നമുക്കൊരു ടെൻഡേറ്റീവ് ഡേറ്റ് കിട്ടിയത്. സോ ഈ 11 ഒരു ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുന്നല്ലാണ്ട് വല്ലാണ്ട് അങ്ങോട്ട് നേരത്തെ ഡിസംബർ 1 അങ്ങനെ ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല. നമുക്ക് കേരള സർക്കാർ ഇറക്കിയ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ഡിസംബർ 11 ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. 11 വ്യാഴാഴ്ച. എന്നിട്ട് 18-ാം തീയതി നിങ്ങളെ സ്കൂൾ പൂട്ടും. 18-ാം തീയതി അല്ല, 19-ാം തീയതി സ്കൂൾ അടയ്ക്കും. 18-ാം തീയതി എക്സാം കഴിയും. 19-ാം തീയതി ക്രിസ്മസ് സെലിബ്രേഷൻ വെച്ചിട്ട് എക്സാം കഴിയും. എന്നിട്ട് 29-ന് നിങ്ങളെ സ്കൂൾ വീണ്ടും തുറക്കും. സോ എന്തായാലും ഒന്ന് ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഒരു +or-1 or 2 അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവുക എന്നല്ലാണ്ട് വല്ലാണ്ട് അങ്ങോട്ട് നേരത്തെ ഡിസംബർ 1 അല്ലെങ്കിൽ നവംബർ 30 അങ്ങനെയൊന്നും ക്രിസ്മസ് എക്സാം ആവാൻ യാതൊരു വഴിയില്ല. ഒന്നാമത് ടീച്ചേഴ്സ് ഇവിടെ പാഠം തന്നെ എടുത്ത് തീർക്കാൻ വിടുന്ന പാഠം നമുക്കേ അറിയുള്ളൂ. സോ അതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങളുടെ സ്കൂളിലൊക്കെ ഫിസിക്സ് ഇപ്പൊ ഏത് പാഠമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ചാപ്റ്ററിന്റെ നമ്പർ മാത്രം ഒന്ന് താഴെ കമന്റ് ചെയ്യണേ. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം എന്താണ് ഇവിടുത്തെ മൊത്തം അവസ്ഥ എന്ന്. സോ ഒരു കാരണവശാലും നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. വല്ലാണ്ട് അങ്ങോട്ട് നേരത്തെ ആവില്ല. പക്ഷെ ഡിസംബർ 11 ഫിക്സ്ഡ് ആണോ? അതുമല്ല, അത് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറും. എന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ടോ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും 11-ാം തീയതി നടക്കും. പക്ഷെ ഇതെന്തായാലും ചോദിച്ചതുകൊണ്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇനി മുതലൊരു പ്ലാൻ ഇടണം. ഇപ്പൊ ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഒക്ടോബർ 5 ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് 6-ാം തീയതി 7-ാം തീയതി എന്തെങ്കിലും ആയിരിക്കും. ശരിക്കും ഈ ഒരു ദിവസം മുതൽ നമ്മളൊരു ഡിസംബർ 10 കൂട്ടിക്കോ. എന്തായാലും 11-ാം തീയതി എക്സാം ആണെന്ന് വിചാരിച്ചാൽ തന്നെ 10-ാം തീയതി അല്ലെങ്കിൽ 9-ാം തീയതി ആയിട്ട് നമ്മൾ പഠനം തീർക്കണ്ടേ, ആ പോർഷൻസ് ഏറെക്കുറെ സെറ്റ് ആക്കണ്ടേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു 64-63 ഡേയ്സ് മാത്രം ഉള്ളത്. സോ എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത്, ഈ സമയത്ത് ഭയങ്കര പ്രശ്നം വരും. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ ഇലക്ഷൻ ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടാവും. അപ്പം അങ്ങനെ വരും. ഒരു അതിൻ്റെ ചൊറകൾ വേറെ ഉണ്ടാവും. അതിന് ഒരുപാട് പ്രശ്നങ്ങൾ, ആർട്സ്, സ്പോർട്സ്, പിന്നെ ഞാൻ പറഞ്ഞില്ല സയൻസ് ഫെയർ, എന്തൊക്കെയാണ് നടക്കാൻ പോണത്. ഈ സംഭവങ്ങൾ, ടൂറുണ്ട്. സോ നിങ്ങളെ സ്കൂളിൽ ആകെ ഒരു ബഹളമായിരിക്കും. പാഠങ്ങൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കാനുള്ള ഒരു മയത്തിലായിരിക്കും. സോ ഈ ഒരു ടൈമിൽ നിങ്ങളൊരു കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി നിങ്ങൾക്ക് കിട്ടും. സോ അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാളെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒക്ടോബർ 6 മുമ്പായിരിക്കും. ഒക്ടോബർ 6 മുമ്പാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ 6 നാളെ നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. അത് എന്തായാലും കാണുക. ഇനി വീഡിയോ നിങ്ങൾ കാണുന്നത് ഒക്ടോബർ 6 ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ ലൈവിൽ പോയി നോക്കിയാൽ ഉണ്ടാവും ഒരു സ്റ്റഡി പ്ലാൻ. ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. ഇതിന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെയൊക്കെ നോക്കണം, ഏതൊക്കെയാണ് നിങ്ങളെ ക്രിസ്മസ് എക്സാമിന്റെ സിലബസ്, സോ ഏതൊക്കെ പാഠത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇങ്ങനെ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടുട്ടോ എന്ന് കറക്റ്റായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് തരും. സെറ്റ് അല്ലേ? സോ സ്റ്റഡി പ്ലാൻ മറക്കരുത്. അതിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. പോയിട്ട് ലൈക്ക് അടിച്ച് ഇപ്പോഴേ വെക്കുക. സെറ്റ്. ഇനി ഒരു കാര്യം കൂടെ, ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ എന്തുകൂടി ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾക്ക് ഏറ്റവും പ്രശ്നം എന്താ? നിങ്ങൾ ഈ സമയത്ത് പഠിക്കാനാണെങ്കിൽ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ഫുൾ മാർക്കിലേക്ക് എത്തിക്കുന്നതിൽ നിങ്ങൾ കാണുന്ന പ്രശ്നം? നേരത്തെ എണീക്കലാണോ, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഇല്ലാത്തതാണോ, എങ്ങനെ എന്താണ് നിങ്ങളെ പ്രശ്നം എന്നുള്ളതും കൂടി പറ്റുകയാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ 2 കാര്യമാണ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ പറഞ്ഞത്. ഒന്ന്, പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്കൂളിൽ ഫിസിക്സ് ഇപ്പൊ ഏത് ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നത് താഴെ കമന്റ് ചെയ്യുക. 2, നിങ്ങൾക്ക് എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നം, ആ പ്രശ്നം കൂടി നിങ്ങൾ താഴെ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡി പ്ലാൻ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിലുള്ള ഒരു പരിഹാരം കൂടി പറയാൻ വേണ്ടി നോക്കുക. ചിലർക്ക് ടൈം ടേബിൾ സെറ്റിംഗ് ആയിരിക്കും പ്രശ്നം. സോ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അതും കൂടി താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ ഒട്ടും പേടിക്കേണ്ട ഗൈസ്. ഇതുവരെ പഠിക്കാത്ത ആൾക്കാരാണെങ്കിലും ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്. സ്റ്റഡി പ്ലാനിൽ വന്ന് ഞങ്ങൾ സോൾവ് ആക്കി തരും. ഓക്കെ അല്ലേ? സോ ഗൈസ്, സീ യു ഇൻ ദി സ്റ്റഡി പ്ലാൻ. ബൈ.